നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊടകരയിൽ KSRTC സൂപ്പർഫാസ്റ്റിന് പുറകിൽ നാഷണൽ പെർമിറ്റ് ലോറി ഇടിച്ച അപകടം 12 പേർക്ക് പരിക്കേറ്റു. 4 പേരുടെ നില ഗുരുതരം. തളിക്കുളം തമ്പാൻകടവ് ബീച്ചിൽ കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ കാണാതായി. കയ്പമംഗലം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ശിവാലയ കമ്പനിക്ക് രൂക്ഷ വിമർശനം. വാർത്തകളിലേക്ക് വിശദമായി. കൊടകരയിൽ KSRTC സൂപ്പർഫാസ്റ്റിന് പുറകിൽ നാഷണൽ പെർമിറ്റ് ലോറി ഇടിച്ച അപകടം 12 പേർക്ക് പരിക്കേറ്റു. 4 പേരുടെ നില ഗുരുതരമാണ്. കൊടകര മേൽപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. ബസിന് പുറകിൽ ലോറി ഇടിക്കുകയായിരുന്നു. പുലർച്ചെ 3:30യോടെയായിരുന്നു സംഭവം. ഗുരുതരമായി പരിക്കേറ്റവരെ അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറിയുമായി ബസ് ഇടിച്ചതിന് പിന്നാലെ മറ്റൊരു ലോറി പുറകിൽ ഇടിക്കുകയായിരുന്നു. ബസിലെ കണ്ടക്ടറും ഡ്രൈവറും ഉൾപ്പെടെയുള്ള 4 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമല്ലാത്തവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേളാങ്കണ്ണിയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തളിക്കുളം തമ്പാൻകടവ് ബീച്ചിൽ കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ കാണാതായി. വലപ്പാട് കരയാമുട്ടം സ്വദേശി 16 വയസ്സുള്ള അസ്ലമിനെയാണ് കാണാതായത്. തളിക്കുളം കൈതക്കൽ ദാറുൽ മുസ്തഫയിലെ വിദ്യാർത്ഥിയാണ് അസ്ലം. 12ഓളം കുട്ടികളടങ്ങുന്ന സംഘമാണ് രാവിലെ 8 മണിയോടെ കടപ്പുറത്തെത്തിയത്. അസ്ലമും മറ്റൊരു വിദ്യാർത്ഥിയുമായ സവാദുമാണ് കടലിൽ ഇറങ്ങിയത്. കടലിൽ മുങ്ങി താഴുന്നത് കണ്ട് സമീപത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ചേർന്ന് സവാദിനെ രക്ഷപ്പെടുത്തി വലപ്പാട് ദയ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അസ്ലമിനായി ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുകയാണ്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ശിവാലയ കമ്പനിക്ക് രൂക്ഷ വിമർശനം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട കയ്പമംഗലം പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയതിനെ തുടർന്ന് ജനങ്ങൾ നേരിടുന്ന കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി കയ്പമംഗലം പഞ്ചായത്ത് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ജനപ്രതിനിധികൾ ശക്തമായ പ്രതിഷേധം അറിയിച്ചത്. അവർക്ക് അന്നാന്ന് കിട്ടുന്ന വെള്ളം മാത്രം എടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഈ ശിവാലയുടെ ഈ മെല്ലെപ്പോക്ക് നയവും ഇവിടെ നടപ്പിലാക്കില്ല. കാരണം ഇന്ന് തന്നെ ഒരു JCB-കാരനല്ല നാളെ വന്നിട്ട് വിളിക്കുന്നത്. ഇവർ പോയിന്റ് പറഞ്ഞു കൊടുക്കും, ഇവിടെ വലിയ പൈപ്പ് ഉണ്ടെന്ന്. ഇന്ന് വന്ന് പറഞ്ഞു കൊടുക്കും, നാളെ വേറെ JCB-കാരൻ വന്നിട്ട് വിളിക്കുന്നു. അത് ഒഴിവാക്കാം. സ്ഥിരമായിട്ട് ഒരു സൂപ്പർവൈസർ ഇട്ടിട്ട് അവർ തരുന്ന പ്ലാനും കാര്യങ്ങളും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ഈ പൈപ്പ് പൊട്ടൽ ഉണ്ടാവില്ല. ഇതൊന്നും നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഇത് എല്ലാ ആളുകളും മെമ്പർമാരെ വിളിക്കാം. മെമ്പർമാർ വാട്ടർ അതോറിറ്റിനെ വിളിക്കാൻ പറ്റുള്ളൂ. ശിവാലയനെ വിളിച്ചാൽ അപ്പോൾ കൊടുക്കില്ല. ശിവാലയക്കാരെല്ലാവരുടെ അപ്പുറം മെമ്പർമാരേലും ഇല്ല. നമുക്ക് നിങ്ങളെല്ലാം വിളിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്കെല്ലാം ഇൻചാർജ്. അപ്പോൾ അത് ഉടനെ പരിഹരിക്കണം. ഈ വെള്ളം നമ്മൾ ഈ കാനേക്കൂടെ തോട്ടിക്കൂടെ പോണ വെള്ളം തടഞ്ഞു വെച്ച സമയത്ത് ഞങ്ങൾ ശക്തമായിട്ട് ഇടപെട്ടിട്ട് ഇടപെടലല്ല, MLA അടുത്ത് പറഞ്ഞു, ശിവാലയോട് പറഞ്ഞു, നാഷണൽ ഹൈവേയിൽ അറിയിച്ചു, MP അടുത്ത് പറഞ്ഞു. എന്നിട്ട് പോലും നിരന്തരം അതേ വരുന്നു ചെയ്യുന്നു പറഞ്ഞിട്ട് ചെയ്യാതെ വെള്ളം മൊത്തം കയറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോയി തടഞ്ഞ് വിഷയമുണ്ടായി അന്ന് തന്നെ ചെയ്തു. ഇതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവരോട് കൃത്യമായിട്ട് പറഞ്ഞാൽ അവർ അതിനെ ചെയ്യാന്ന് പറയും. അത് കഴിഞ്ഞാൽ അത് അവിടെ ഇതിടുന്നു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് റോഡിനടിയിലൂടെ പോകുന്ന കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയതിനെ തുടർന്ന് മാസങ്ങളോളമായി പഞ്ചായത്ത് പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കുന്നില്ല. ഇതേ തുടർന്നാണ് യോഗം വിളിച്ചു ചേർത്തത്. കയ്പമംഗലം പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ പ്രസിഡന്റ് ശോഭന രവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ തങ്ങളുടെ വാർഡിലെ കുടിവെള്ള ക്ഷാമത്തെക്കുറിച്ച് പ്രതികരിച്ചു. മീറ്റിംഗ് വിളിക്കാൻ പോകുക, യാതൊരു പരിഹാരമില്ല. എന്നിങ്ങനെ മീറ്റിംഗ് വിളിക്കാൻ വാർഡിൽ ഗ്രൂപ്പിലിടുക, വാട്ടർ അതോറിറ്റി ഗ്രൂപ്പിൽ ഹൈവേക്കാരെ വിളിക്കുക. എന്ത് പരിഹാരം ഉണ്ടായിട്ട് ഇതുവരെ? പരിഹാരം കണ്ടെത്ത് ഇവിടെ ഇരുന്നുകൊണ്ട്. ചർച്ചകളൊക്കെ പിന്നെ ചെയ്യാൻ ചർച്ച. ഈ കുടിവെള്ളത്തിന്റെ പേരിൽ NH ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ആ വാട്ടർ ലീക്ക് ഉണ്ടാവില്ല. വെള്ളം എത്ര സംഭരിക്കാൻ പറ്റും? എത്ര ജനങ്ങൾ പ്രശ്നത്തിലാണ്. എൻ്റെ വീട്ടിൽ തന്നെ 3 ആഴ്ചയായി വെള്ളം വന്നിട്ട്. 2 മാസത്തിലധികം വെള്ളം കിട്ടാത്ത വീടുകളുണ്ട് എൻ്റെ വാർഡ് 3. ആ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. NH ആണ് പ്രശ്നമെങ്കിൽ NH അത് പരിഹരിക്കുക, വാട്ടർ അതോറിറ്റി ആണെങ്കിൽ പരിഹരിക്കുക. ഇവിടുന്ന് മറുപടി പറയാതെ എന്തായാലും കമ്പനിക്കാരും പോകാൻ പറ്റില്ല. ഞാൻ പലവട്ടം വാട്ടർ അതോറിറ്റിയായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ അത് ശിവാലയ അങ്ങനെ NH ആയിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നമാണെന്ന് പറയണം. അവിടെ ആദ്യം പറഞ്ഞിരുന്നു പനമ്പിക്കുന്നിൽ ഒരു മരം വീണ് കിടക്കുന്നുണ്ട്, അത് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അത് സോൾവ് ആയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ആ ഭാഗത്ത് ജനങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല? അധികം പാവപ്പെട്ട നിർധനരായ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവിടെ താമസിക്കുന്നത്. അവർ വെള്ളം പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിന് നമ്മൾ എന്ത് സമാധാനമാണ് പറയേണ്ടത്? അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾ എന്തായാലും ചെയ്ത് തന്നേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ജനങ്ങളായിട്ട് നമുക്ക് ശക്തമായ എന്താണ് നിലപാടെന്ന് അതായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും.
ജനപ്രതിനിധികളുടെ രൂക്ഷമായ വിമർശനങ്ങളെ തുടർന്ന് ഈ മാസം അവസാനത്തോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന നിലയിൽ ശിവാലയ അധികൃതർ വാക്ക് പറഞ്ഞതിനെ തുടർന്നാണ് യോഗം അവസാനിപ്പിച്ചത്. എല്ലാവർക്കും ഏകസ്വരത്തിൽ പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ കുടിവെള്ളം കിട്ടുന്നില്ല എന്നുള്ളത്. അതിന് ചുരുക്കം ഞാൻ പറഞ്ഞതിപ്പോൾ നിലവിൽ നമ്മളുടെ റോഡിൻ്റെ 2 സൈഡിലും യൂട്ടിലിറ്റി സ്പേസിൽ പുതിയ പൈപ്പ് ലൈൻ ഇടാത്തോടത്തോളം കാര്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ കോൺട്രാക്ടേഴ്സിനെ കൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്തിരുന്നത്. കുറച്ച് ഗ്യാപ്പിൽ ഈ വർക്കേഴ്സ് വന്നിട്ട് ചെയ്തു തരാത്തൊരവസ്ഥ ഉണ്ടായിപ്പോയി. അത് ഞങ്ങളായിട്ടുള്ളൊരു ഇൻറ്റേർണൽ പ്രശ്നമാണ്, അത് കുഴപ്പമില്ല. പക്ഷെ നിലവിൽ നമുക്ക് ഒരു കോൺട്രാക്ടർക്കാണ് ഒരു നാട്ടിക മുതൽ കൊടുങ്ങല്ലൂർ വരെ ഒരു കോൺട്രാക്ടർ കൊടുത്തിരുന്നു. പക്ഷേ ആ കോൺട്രാക്ടർ കൊണ്ട് നമ്മുടെ ടൈം പരിധിക്കുള്ളിൽ എല്ലാം ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായതുകൊണ്ട് മിനിമം 6 or 7 കോൺട്രാക്ടറിൻ്റെ ലിസ്റ്റ് ഉണ്ട് ഓൾറെഡി. നമുക്കിത് വിഭജിച്ച് കൊടുത്തിരിക്കാം. അതും പ്രത്യേകിച്ച് നമ്മുടെ മലയാളി കോൺട്രാക്ടേഴ്സിന് ഇവിടുത്തെ നാടിനെ കുറിച്ച് അറിയാവുന്ന, ബ്രാഞ്ച് ലൈനിനെ കുറിച്ച് അറിയാവുന്ന, ഇവിടുത്തെ എങ്ങനെയാണ് പൈപ്പ് ലൈനിൻ്റെ ദിശകൾ പോകുന്നതും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പുതിയ കോൺട്രാക്ടേഴ്സിനെല്ലാം കൊടുത്തിട്ടുണ്ട്. കയ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസഹാക്ക്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ തുടങ്ങി മറ്റു ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുരേഷ് കൊച്ചുവീട്ടിൽ, NR രമേഷ് ബാബു, വാട്ടർ അതോറിറ്റി അധികൃതരായ ഇരിങ്ങാലക്കുട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KR വിജു മോഹൻ, നാട്ടിക അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിറ്റി ജോർജ്, മതിലകം AE ഐഡ മോസസ്, ഓവർസിയർ PK ഹസീന, ദേശീയപാത വികസനത്തിന് നേതൃത്വം നൽകുന്ന ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി അധികൃതർ എന്നിവരാണ് സംബന്ധിച്ചത്. സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും മുൻഗണന നൽകി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. 28,74,59,996 രൂപ വരവും 28,11,04,925 രൂപ ചിലവും 65,55,071 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അവതരിപ്പിച്ചത്. മുൻവർഷ കണ്ടെത്തുന്നത് 1,70,84,196 രൂപ. ഈ വർഷത്തെ വരവാണ് വായിക്കുന്നത്. നികുതി വരുമാനം 92,40,000. നികുതിയേതര വരുമാനം, വാടക, ലൈസൻസ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് മുതലായവ 75,46,800. ആകെ തനത് വരുമാനം 1,67,86,800 രൂപ. ജനറൽ പർപ്പസ് ഫണ്ട് 2,03,90,95,000. ആകെ വരവ് 3,71,81,800. പദ്ധതിക്കുള്ള വരവ് വികസന ഫണ്ട് ജനറൽ 2,18,33,000. വികസന ഫണ്ട് SCP 1,13,89,000. ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ടൈഡ് 55,18,000. ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് അൺടൈഡ് 36,78,000. മെയിൻ്റനൻസ്, റോഡ് മെയിൻ്റനൻസ് 63,28,000. നോൺ റോഡ് മെയിൻ്റനൻസ് 32,48,000. ആകെ പദ്ധതിക്കുള്ള വരവ് 5,90,94,000. ലൈഫ് ഭവന പദ്ധതിക്ക് 3,35,44,200 രൂപയും ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് 1,48,05,750 രൂപയും കാർഷിക മേഖലയ്ക്ക് 38,89,875 രൂപയും ആരോഗ്യ മേഖലയ്ക്ക് 48,80,000 രൂപയും കുടിവെള്ളത്തിന് 28,60,000 രൂപയും അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്ക് 2,70,83,000 രൂപയും പട്ടികജാതി ക്ഷേമത്തിന് 43,98,000 രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ആമുഖ പ്രസംഗം നടത്തി. 95-ൽ ആരംഭിച്ചിട്ടുള്ള ജനകീയ ആസൂത്രണ പ്രസ്ഥാനം 28 വർഷം പിന്നിടുമ്പോൾ അധികാരം ജനതയ്ക്ക്, അപ്പോൾ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് വരെ നമ്മുടെ പദ്ധതികൾ രൂപീകരിക്കുന്നതിൽ പങ്കാളിത്തം നൽകിക്കൊണ്ടും നമ്മുടെ ബഡ്ജറ്റ് വിഹിതത്തിൻ്റെ 1/3 സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിക്കൊണ്ടും പ്രാവർത്തികമാക്കി വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നേട്ടം നമ്മളെ കേരളത്തിൽ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മേഖലയും നമുക്കറിയാം. ഉത്പാദന മേഖല, സേവന മേഖല, പശ്ചാത്തല മേഖല എന്ന 3 മേഖലകളായി തിരിച്ചുകൊണ്ട് അതിനകത്ത് വരുന്ന വിവിധങ്ങളായിട്ടുള്ള വനിതകളുടെയും കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും വയോജനങ്ങളുടെ ഉൾപ്പെടെ എല്ലാവരുടെയും ക്ഷേമം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മുടെ ജനകീയാസൂത്രണ ശേഷമുള്ള പദ്ധതികളെല്ലാം. അത് അതേ അർത്ഥത്തിൽ തന്നെയാണ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തും 3 ബഡ്ജറ്റിൽ കൂടി നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, ഇംപ്ലിമെന്റ് ഓഫീസർമാർ എന്നിവർ സംസാരിച്ചു.
കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധ ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച LDF ചന്ദ്രാപ്പനിയിൽ ബഹുജന സദസ്സ് സംഘടിപ്പിച്ചു. CBI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് TR രമേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരം ഇന്ത്യൻ പ്രധാനമന്ത്രി കൊടുക്കുന്ന നിയമനിർമ്മാണം നമ്മുടെ പാർലമെന്റിൽ നടത്തി കഴിഞ്ഞു. BJP വിചാരിക്കുന്ന ആർക്ക് വേണമെങ്കിലും അവർക്ക് BJPക്ക് അവരുടെ ആശ്രിതരായിട്ട് ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആരെ വേണമെങ്കിലും ആ സ്ഥാപനത്തിൽ നിയമിക്കാൻ കഴിയുന്ന ഒരു നിയമനിർമ്മാണം ഇവിടെ നടത്തുകയുണ്ടായി. ഇന്ത്യയിലെയും ലോകത്തിലെയും കോർപ്പറേറ്റ് മുതലാളിമാർ കൊണ്ടുകൊടുത്ത കോടിക്കണക്കിന് രൂപ BJPക്ക് കിട്ടി. ആരെ വേണമെങ്കിൽ എന്ത് കൊടുത്ത് വേണമെങ്കിൽ വിലയ്ക്ക് വാങ്ങാവുന്ന ശരിയാണ്. ആ വിലയ്ക്ക് വാങ്ങാൻ കഴിയാതെ വന്നപ്പോഴാണ് അസാധു എന്ന രീതിയിൽ അസാധുവെ സൃഷ്ടിച്ചുകൊണ്ട് ആ കോർപ്പറേഷന് പറഞ്ഞു പിടിച്ചത്. ഇത് തന്നെയാണ് ഒരു വർഷം മുമ്പ് ഡൽഹിയിലെ കോർപ്പറേഷൻ നടന്നത്. ഡൽഹി കോർപ്പറേഷനിൽ 134 പേരാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്, 105 പേരാണ് BJPക്കുള്ളത്. അവസാനം ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി 10 പേരെ നോമിനേറ്റ് ചെയ്തു കേന്ദ്ര സർക്കാർ. എന്നിട്ട് ഭൂരിപക്ഷം കിട്ടാതെ വന്നപ്പോൾ ആളുകളെ കാലുമാറാൻ ശ്രമിച്ചു, പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചു. CPI ലോക്കൽ സെക്രട്ടറി CB അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ചു. AV സതീഷ്, KA അഖിലേഷ്, RK ബേബി, PK ഷാജു, TK ചന്ദ്രബാബു, ഷീന വിശ്വൻ, MK രാമചന്ദ്രൻ, TA അബ്ദുൽ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീധന പീഡനത്തെ തുടർന്ന് കല്ലുപുറം കടവല്ലൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിന്റെ പിതാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ രണ്ടാം പ്രതിയായ കടവല്ലൂർ കല്ലുപുറം സ്വദേശി പുത്തൻപീടികയിൽ വീട്ടിൽ 62 വയസ്സുള്ള അബൂബക്കറിനെയാണ് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ P. അബ്ദുൽ ബഷീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കല്ലുപുറം സ്വദേശി പുത്തൻപീടികയിൽ വീട്ടിൽ സൈനുൽ ആബിദിന്റെ ഭാര്യ 25 വയസ്സുള്ള സബീനയെയാണ് കഴിഞ്ഞ ഒക്ടോബർ 25-ന് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 8 മണിയോടെ വീടിന്റെ അടുക്കളയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 6 വയസ്സുകാരനായ മൂത്ത മകനെ രാവിലെ മദ്രസയിൽ പറഞ്ഞയക്കുകയും 2 വയസ്സുകാരനായ മകനെ ഉറക്കി കിടത്തിയതിനു ശേഷവുമാണ് യുവതി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകന്റെ ഡാൻസ് വൈറലായി. കഴിഞ്ഞ ദിവസം നടന്ന യാത്രയപ്പ് സമ്മേളനത്തിലാണ് ഈ വർഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകൻ TN അജയ് കുമാർ TN സിജിൽ മാസ്റ്ററുടെ പാട്ടിനൊപ്പം നൃത്തം വെച്ചത്. പാട്ടും നൃത്തവും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ അധ്യാപകരെ പ്രശംസിച്ച നിരവധി കമന്റുകളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. 11 പാട്ടുകൾ കോർത്തിണക്കിയ ഫ്യൂഷൻ ഡാൻസിൽ വിദ്യാർത്ഥികളോടൊപ്പം അജയ്കുമാർ മാഷ് വിവിധ വേഷങ്ങൾ ചെയ്തിരുന്നു. മെയ് 31-നാണ് അജയ്കുമാർ മാഷ് സ്കൂളിൽ നിന്ന് വിരമിക്കുന്നത്. ഉച്ചനിപ്പാടം ജംഗ്ഷനിലെ പറമ്പിൽ വൻ തീപിടുത്തം. പറമ്പിലുണ്ടായിരുന്ന വാഴകളും പച്ചക്കറികളും കത്തിനശിച്ചു. സമീപത്തെ വീടുകളിലേക്കും കടകളിലേക്കും തീ പടരുന്നത് തടയാൻ കഴിഞ്ഞതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് തീപിടുത്തം കണ്ടത്. പറമ്പിലെ ഉണങ്ങിയ പുല്ലിൽ നിന്നാണ് തീപിടുത്തം ആദ്യം ഉണ്ടായത്. പറമ്പിൽ കൃഷി ചെയ്തിരുന്ന നിരവധി നേന്ത്രവാഴകളും പച്ചക്കറികളും കത്തിനശിച്ചു. ഇരിങ്ങാലക്കുട, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്ന് 2 യൂണിറ്റ് അഗ്നിശമന സേനാംഗങ്ങളെത്തിയാണ് തീയണച്ചത്. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകരയിൽ KSRTC സൂപ്പർഫാസ്റ്റിന് പുറകിൽ നാഷണൽ പെർമിറ്റ് ലോറി ഇടിച്ച് അപകടം. 12 പേർക്ക് പരിക്കേറ്റു. 4 പേരുടെ നില ഗുരുതരം. തളിക്കുളം തമ്പാൻകടവ് ബീച്ചിൽ കടലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ കാണാതായി. കയ്പമംഗലം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഹിമാലയ കമ്പനിക്ക് രൂക്ഷ വിമർശനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.